നമ്മിൽ നിന്ന് മരണം വഴികടന്നു പോകുന്നതായ പൂർത്തികളും ചെയ്യുന്നൊക്കെ അനുഭവങ്ങൾ ചെയ്യാത്തയാക്കാം. കമ്മിറ്റിയുടെ വേർപാടുകാരായ ിക്കും വിനിക്കും എല്ലാ കുടുംബാംഗങ്ങൾക്കും ഇടവയുടെയും എല്ലാവരുടെയും ഞാൻ അറിയിക്കുകയാണ്. ചർമ്മപ്രസംഗം പള്ളിയിൽ വെച്ചായിരിക്കും നടത്തുക. ഇവിടെ ഇത്തിരി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട മാത്യു തോട്ടിക്കലച്ചനാണ്. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം കമ്മിറ്റിയിലേക്ക് യാത്രയാക്കുന്നതിന് ശ്രദ്ധിക്കാം. കുട്ടികൾ മക്കളെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൽ പരിശ്രമിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നടന്നിരിക്കുന്ന ഭാവികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി കണ്ണീരിനെ ആശീർവദിക്കണമേ. ഈ ജനത്താൽ തന്നെ ഞങ്ങൾ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമളസസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിന് ഞങ്ങളുടെ പാപമോചനത്തിനുമായി കണ്ണീരികളെ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, ഞങ്ങൾ ആരാധിക്കുകയും കാരണത്തെ പുകഴ്ത്തുകയും മഹനീയമായ തത്വജ്ഞാനപൂർണ്ണമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മനുഷ്യരിയർപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മനുഷ്യർക്ക് തുല്യമാകുന്നു. മനുഷ്യരിയർപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും സന്താനങ്ങളെ ഉത്താരങ്ങൾ നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ദിവസങ്ങൾക്ക് പരിമിതങ്ങളാകുന്നു. മനുഷ്യരിയർപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി. കരുണയാൽ ഞങ്ങൾ സൃഷ്ടിക്കുകയും നീതിയാൽ മണ്ണ് വിധേയരാക്കുകയും ദയാധികത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെ ഭൂമിയുടെ രാജാവും ജീവന്റെയും മരണത്തിന്റെ നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അടലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യം
രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുവേണം. സൃഷ്ടിച്ചവരാം ദൈവത്തെ ആശ്രയമഖിലമണയ്ക്കുന്നു. മധ്യന് ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വിശ്വാസനാകുന്നു. വിരമിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുളയില്ലേ തിരുനാഥൻ ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും. ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മധ്യത പുണരുന്നു. ക്ഷയമുള്ളോരക്ഷയനാകും. മധ്യതയേവം സകലേശൻ നിതരാന്മോദനമാക്കുന്നു. പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നേ മഹിലേശ. അകിമയോടന്തിമ വിളിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ല വരത്തു വലം ഭാഗേ നൽകണമേ നിത്യായുസിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവരോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളവരും മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോട് കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവാൻ. കർത്താവേ, രക്ഷകനായ ദൈവമേ, നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സമാധാനങ്ങളോടുകൂടി വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം. യേശു അരുൾ ചെയ്യുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവൻ കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവരുടെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരുന്നു. നമുക്കെല്ലാവർക്കും അനുതാപത്തിനും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയെ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി നിന്റെ കൽപ്പനയായി ഈ ലോകം വിട്ടുപുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദ സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമരക്ഷിച്ച ഈ ആത്മാവിന്റെ
അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ ദിവസത്തിന്റെ മഹത്വ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിനെ ആശ്വസിക്കാൻ വേണ്ടി ലാസരണമരണത്തെ സ്വയം കണ്ണീർ ചിന്തിയും മിശിഹായെ കരയുന്നവരുടെ കണ്ണീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതിനായ മിശിഹായെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും ഇയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും കർത്താവേ, ഞങ്ങളെ അറിയിക്കുന്ന യാഥാർത്ഥ്യങ്ങളുടെ വാദങ്ങളുമായി ചെയ്യുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തത്വത്തിനെ ഞങ്ങളെ സഹായിക്കട്ടെ. വീടിന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആകാശത്തിലും ഭൂമിയിലും സുദ്ധനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. അന്നൊരു ദിവസം വ്യസനിയായിൽ സോദരിമാരാം ഭർത്താമറിയം ചുടുകണ്ണീരും വീട്ടിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടലിൽ നെടുവേർപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണോ. ജീവനുയരും ഞാനാകുന്നു ദൈവം കരുണയുടന്തികമാർന്നഖിലേശൻ ശാന്തി വഴിഞ്ഞു. മുടിയണീറ്റ് കർമ്മമാണ് നടക്കുക. ദൈവം ഇയാൾ മാസം അടയാളമായിട്ടാണ് ജഗത്തിൽ അനുഭവിക്കുക. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിന്യായകനായ കർത്താവ് ഈ ദിവസം നീതിമുടിയെ അണിയിക്കുമാറാകട്ടെ. വിശുദ്ധരായ ഭക്തർക്ക് ഭക്താനിയുടെ നിത്യാന്തി ദൈവം പ്രവേശിപ്പിക്കുമാറാകട്ടെ. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി
സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപ്പ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. ആകെയൽപ്പ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുമ്പോട്ടോടുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുമ്പോട്ടോടുന്നു. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം.
ഭാരങ്ങൾ കൂടുന്നതിനായി ഒന്നും വേണ്ട യാത്രയിൽ. ഭാരങ്ങൾ കൂടുന്നതിനായി ഒന്നും വേണ്ട യാത്രയിൽ. അല്പമപ്പം വിശപ്പിന്നോ സ്വൽപ്പ വെള്ളം ദാഹിക്കിൽ. അല്പമപ്പം വിശപ്പിന്നോ സ്വൽപ്പം വെള്ളം ദാഹിക്കിൽ. സ്ഥലം മഹാവിശേഷം ഫലമേത്ര മധുരം. സ്ഥലം മഹാവിശേഷം ഫലമേത്ര മധുരം. വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം. വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം. നിത്യമായോ വാസസ്ഥലം എനിക്കുണ്ട് സ്വർഗത്തിൽ. നിത്യമായോ വാസസ്ഥലം എനിക്കുണ്ട് സ്വർഗത്തിൽ. ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപാറുദീസായിൽ. ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപാറുദീസായിൽ. എന്നെ എതിരേൽപ്പാനായി ദൈവദൂതർ വരുന്നു. എന്നെ എതിരേൽപ്പാനായി. അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, പ്രിയമുള്ള സഹോദരീസന്മാരെ, രമേശ്വരയെ നിര്യാണപ്രാപ്തരായ എൽസി, നിന്നി, വിനു, മറ്റ് കുടുംബാംഗങ്ങളെ, നമ്മളുടെ പ്രാർത്ഥനാ ശുശ്രൂഷയുടെ വലിയ ഓഫീസിൽ കാണുന്നുണ്ട്. ഇന്നലെയുള്ളവർ ഇന്ന് ഇവിടെയില്ല, ഈ വരികയില്ല, മുന്നിലെല്ലാം അവരിടമില്ലേ. ഇന്നലെയുള്ളവർ ഇന്ന് ഇവിടെയില്ല എന്നും ഇനി വരികയില്ലെന്നും നമ്മുടെ മുമ്പിൽ മരിച്ചാൽ അപകടമാണ്, അദ്ദേഹമാണ് കാര്യം ഈ പാഠം ഓർപ്പെടുത്തുന്നത്. അപ്പോൾ മരണം എപ്പോൾ വേണമെങ്കിൽ കടന്നു വരാമെന്ന ഒരു സത്യമാണ് ഈ പാഠം ഓർപ്പെടുത്തുന്നത്.
ഈ അമ്മച്ചി ഏതാണ്ട് 70 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചു. അതായത് 50 വർഷത്തോളം തോട്ടിൻ്റെ കുടുംബത്തിൻ്റെ അംഗമായി തന്നെ ജീവിച്ചു. ദൈവം ലഭിച്ച എല്ലാ ദൗത്യങ്ങളും പൂർത്തീകരിച്ച് ഇന്നലെ നീ അന്ന് നിത്യപിതാവിൻ്റെ ഭവനത്തിലേക്ക് നിത്യമായ ഭവനത്തിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു. ഈ അമ്മച്ചികൾ പ്രാർത്ഥിക്കുവാനും ദുഃഖാർഹരായ മക്കളെ ആശ്വസിപ്പിക്കുവാനും അന്വേഷണം അറിയിക്കാനും വേണ്ടിയാണ് നിങ്ങളെല്ലാവരും എത്തിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും അനുസ്മരണവും പ്രാർത്ഥനയും ഞാൻ ഈ അമ്മച്ചിയുടെ പ്രിയപ്പെട്ട മക്കളെ 3 പേരെയും മരുമക്കളെയും കൊച്ചുമക്കളെയും മറ്റു കുടുംബങ്ങളെല്ലാവരെയും അറിയിക്കുന്നു. ഒപ്പം തന്നെ പിതാവകയുടെയും അനുസ്മരണം അറിയിക്കുകയാണ്. അമ്മച്ചിയെ പറ്റി ഓർക്കുമ്പോൾ 2 വർഷത്തെ പരിചയത്തിൽ ഒരു ഞായറാഴ്ച പോലും കുർബാന മുടക്കാതെ എന്നും വന്നുകൊണ്ടിരിക്കുന്ന അമ്മച്ചി വിശുദ്ധ ബലിയിലെ ഉദാസീകരണത്തിലും എല്ലാ കാര്യങ്ങളിലും ഉത്സാഹമുള്ള അമ്മച്ചിയായിരുന്നു. പ്രാർത്ഥനയിലൊക്കെ അപ്പോൾ തീർച്ചയായും നല്ലൊരു അടയാളമാണ്, നല്ല ജീവിതത്തിൻ്റെ ഉടമയാണ്. അമ്മച്ചിയുടെ മരണത്തെപ്പറ്റി ഓർക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു പോകാൻ ഭാഗ്യമരണം, നമ്മൾ പറയും ഭാഗ്യമരണം പറയാറില്ല. അതായത് വളരെ ആകസ്മികമായിട്ട് മരിക്കുക, ഒരു വേദനയെ കഴിവാനതിനെ അനുഭവിക്കാതെ ഒരുത്തരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ കടന്നു പോകുവാൻ ഭാഗ്യം ലഭിക്കുമ്പോൾ ഒരു ഭാഗ്യമരണമായിട്ടാണ് പലപ്പോഴും ഞാൻ കരുതുന്നു. വീട്ടുകാർക്ക് പ്രയാസമുണ്ടെങ്കിൽ ഞാൻ പറയും പത്രത്തിനും കുടുംബങ്ങളുടെ പ്രയാസമുണ്ട്. അത്ര പെട്ടെന്ന് അപ്രതീക്ഷിതമായി കടന്നു പോയൊരു ദുഃഖമാണ്. എങ്കിലും മരിച്ച ആളെ സംബന്ധിച്ചിടത്തോളം അതൊരു അനേകമാണ്. എനിക്ക് തൊട്ടിന്റെ കുടുംബത്തെ ചിലപ്പോൾ അമ്മിച്ചിരുന്ന വളരെ അനുഭവമാണ് ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ആകസ്മികമായി കടന്നുപോയി. തീർച്ചയായും ഈ നല്ല ഭാഗ്യമരണത്തിൽ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവർക്കേറെ വേദനയുണ്ട്. നമ്മിച്ചിക്ക് കണ്ണീർ വരുന്നതായ ഇടവാങ്ങലാണ് ബന്ധുജനങ്ങളും മക്കളെല്ലാം നൽകിയത്. തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മ തങ്ങളുടെ ഭവനത്തോടും തങ്ങളോടുമെല്ലാം ഒന്നും പറയാതെ തന്നെ കടന്നു പോയല്ലോ എന്നുള്ള വേദന തീർച്ചയായും ഇവരെ മതിക്കുന്നുണ്ട്, ഇവരെ അകറ്റുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അവരുടെ പങ്കുചേരാൻ ആശിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ അമ്മച്ചിയെ കഴിഞ്ഞ 7 വർഷക്കാലം ജീവിച്ചിരുന്ന് എല്ലാവരും യാത്ര പറഞ്ഞ് പോകുകയാണ്. എൻ്റെ ഭവനത്തോട്, എൻ്റെ പ്രിയപ്പെട്ട മക്കളോട്, മറ്റു കുടുംബാംഗങ്ങളോട്, അയൽക്കാരോട് ഇങ്ങനെ എല്ലാവരും യാത്ര പറഞ്ഞ് ദൈവമായിട്ട് പോകുന്നു. ഇനി ഒരിക്കലും തിരിച്ചു വരാൻ യാത്രയാണ് യാത്രയും. ഈ തിരിച്ചു വന്നാൽ പോലും നമ്മൾ മടുവിട്ട് ഭവനം അമ്മത്തോട് കൊടുക്കുമോന്ന് കാര്യം സംശയമാണ്. കാര്യം വേദനയ്ക്കുണ്ടെങ്കിൽ പോലും തിരിച്ചു വന്നാണെങ്കിൽ ഞാൻ പറഞ്ഞു പോകും. ഏതായാലും തിരിച്ചു വരാത്ത യാത്രയ്ക്ക് അമ്മച്ചി പുറപ്പെടുന്നു. നമ്മുടെ യാത്രയെ പ്രാർത്ഥന ഗുണകരമാക്കി എത്തുന്നതിനെ ശ്രദ്ധിക്കുക. അമ്മച്ചി എടുക്കുന്ന കാലഘട്ടത്തിൽ തീർച്ചയായും ഒത്തിരി നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയ അമ്മച്ചിയാണ്. എന്നെ സഹായിക്കുവാനും അയൽബന്ധം പുലർത്തുവാനൊക്കെ ശ്രമിച്ചു. ധാരാളമായിട്ട് അമ്മച്ചി കഴിക്കുന്ന ദിവസം നമ്മൾ വൈകുന്നേരം അയൽപക്കത്തെ വഴിയാനിക്കൽ കുട്ടിമത്സരിച്ച് മരിച്ചു. ഇവരുടെ സഹപ്രവർത്തകരായിരുന്നു. ആദ്യത്തിലൊക്കെ പ്രൊഫസറാണ്. ഭാസനകളെല്ലാം പുലർത്താൻ വേണ്ടി നമ്മുടെ കൂടി പ്രാർത്ഥിച്ച ശേഷം തിരിച്ചു കിട്ടുവന്ന് കഴിയുമ്പോഴാണ് അമ്മച്ചിക്ക് അസുഖം ഉണ്ടാവുകയും താമസിയാതെ മരിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും പരോപകാര പ്രവൃത്തിയിലൂടെയാണ് അമ്മച്ചി കടന്നുപോയിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ജീവിതത്തിൽ തീർച്ചയായും ഒത്തിരിയേറെ നന്മകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അടയാളം കൂടിയാണ്. അങ്ങനെ നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകുന്നു. ആ നന്മയുടെ വക്താക്കളാകുവാനും അമ്മച്ചിക്ക് 3 മക്കളെയാണ് വരാൻ കൊടുത്തത്. മക്കളൊക്കെ ആ നന്മയുടെ കൂടി സഞ്ചരിച്ചു പോകുന്നു. അമ്മച്ചി കാണിച്ചു കൊടുത്തതായ ആ നല്ല മാർഗത്തിൽ കൂടി വിശ്വാസത്തിന്റെ വഴിയിൽ കൂടി സഞ്ചരിച്ച് തമ്പുരാൻ പ്രിയപ്പെട്ടവരായിട്ട് നാട്ടുകാർ പ്രിയപ്പെട്ടവരായിട്ട് വളരുവാൻ സാധിക്കുന്നുണ്ടെന്ന് അതിനകത്ത് പോകുവാൻ ജീവിക്കാൻ സാധിക്കുന്നു. തീർച്ചയായും ഈ വാനുകളാണ് സംബന്ധിച്ചിടത്തോളം.
വിശ്വാസപൂർവ്വം മുന്നോട്ട് പോകാൻ സാധിച്ചു. അതുകൊണ്ട് ഒരു സ്ഥലത്തുപോലെ ഉമ്മച്ചി പറയാൻ നല്ലവണ്ണം ഓടി എൻ്റെ വിശ്വാസം സംരക്ഷിച്ചു. അതാണ് അപ്പോൾ അമ്മച്ചിയുടെ വിശ്വാസം ആ യാത്രയിൽ തുടരുന്നതിന് ഞാൻ ആശ്രയിച്ചതുപോലെ എല്ലാ ദിവസവും റെഡി വരാനും വെള്ളിയാഴ്ച കാലമായിട്ട് പ്രാർത്ഥിക്കുവാനും ശ്രമിച്ചിട്ടുണ്ട്. കുടുംബപ്രധാനം എടുക്കുവാനും സ്ഥാപനമുള്ള അമ്മച്ചിയായിരുന്നു. എല്ലാ ദിവസവും നല്ല മാറ്റം കടന്നു പോകുന്നത് വെള്ളിയാഴ്ചയുടെ എല്ലാവർക്കും മാനുഷിക കാഴ്ചപ്പാടുകൾക്ക് ഒരു സങ്കടകരമായ അനുഭവമാണ്. എങ്കിലും തമ്പുരാൻ പദ്ധതിയും നമ്മളെല്ലാം കടന്നു പോകാനുള്ള പ്രതീക്ഷയുള്ളവരാണ്. ഒരിക്കലും പുരസ്കാരം ജയിക്കുകയില്ല. ഉള്ള പ്രത്യാശയോടെ പോലെ മനുഷ്യരെ പ്രത്യാശയില്ലാത്തവരെ കരയരുത്. മരണം പ്രത്യാശ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവസന്നിധിയിൽ പ്രവേശന അവാർഡമാണ്. വാതുറക്കൽ മരണത്തിലൂടെയാണ് നമ്മുടെ നിത്യഭവനത്തിൽ പ്രവേശിക്കുന്നത്. അതുപോലെ അസ്വസ്ഥ തന്റെ കക്ഷി പറഞ്ഞല്ലേ, ദൈവീയ അങ്ങയെ പ്രാപിക്കുന്നവരെ അസ്വസ്ഥരായിരിക്കും. ഇപ്പോൾ തമ്പുരാനെ പ്രാപിക്കുന്ന ദിവസം എത്തിച്ചേരുന്നതാണ് ദൈവത്തിന്റെ സാഹചര്യം പൂർണ്ണത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ മരിച്ചവരെ പ്രത്യാശിക്കാത്തവരെ കരയരുത്, പ്രത്യാശയുള്ളവരായിരിക്കും. ഈശ്വരനെ എന്റെ വചനം കേൾക്കുകയും വിശ്വസിക്കുന്നതിൽ മരിക്കുകയില്ല, അവർ മരണത്തിലൂടെ നിത്യത്തിനെ പ്രവേശിക്കുന്നു. 5-ാമത്തെ കാര്യത്തിൽ വായിക്കുന്നു. അപ്പോൾ മരണത്തിലൂടെ നിത്യത്തിനെ പ്രവേശിക്കുക. രമേശി ഇന്ന് നിത്യത്തിലേക്ക് സന്നിധിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ലോകത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ കഴിഞ്ഞ 7 വർഷക്കാലം സമ്പാദിച്ചതായ സൽപ്രവർത്തികളുടെ ഫലങ്ങളുമായിട്ടാണ് പോകുന്നത്. തന്റെ വിശ്വാസമില്ല. എന്നെ ഒരു കച്ചവടം വെക്കുന്നതിന് പോലും പ്രതിഫലിപ്പിക്കാതിരിക്കുകയില്ല. കച്ചവടത്തിന് നമ്മുടെ മുൻഗണന നൽകുകയും തീർച്ചയായി ഈ കഴിഞ്ഞ 70 വർഷക്കാലം ചെയ്ത എല്ലാ പ്രവർത്തനത്തിലും മാത്രം പ്രതിഫലം കൊടുക്കുന്നത്. ദൈവത്തിന്റെ കരുണ നമ്മൾ അറിഞ്ഞു. ആ കരുണയുടെ കരുണയുടെ മുമ്പിലേക്ക്, ആ ഔദാര്യത്തിന്റെ മുമ്പിലേക്ക്, ആ സ്നേഹപിതാവിലേക്ക് ധൈര്യമായിരിക്കാൻ പ്രാർത്ഥന. അതോടൊപ്പം തന്നെ ഈ പ്രാർത്ഥന ചെയ്യുമ്പോൾ നമ്മുടെ വ്യക്തിയോർക്കാനോട് കടന്നു പോകേണ്ടവരാണ്. ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാനില്ല, ഭൗതികമായൊന്നും കൊണ്ടുപോകാൻ പറ്റുകയും കൊണ്ടുപോകുന്ന ആഗ്രഹിച്ചാൽ പോലും മറ്റു തന്നു കഴിയും. ഇങ്ങനെയൊക്കെ ലോകത്തിലെ കാഴ്ചപ്പാടുകൾ. അതുകൊണ്ട് കൂടെ പോകാനുള്ള നല്ല പ്രവൃത്തികളിലൂടെ നമുക്ക് പ്രാർത്ഥനയില്ല. മരണം വരുന്ന ഓർക്കുക നടത്തിയാൽ നീ കൂടെ ഓരോരുത്തരും ജീവിത ചെയ്യിക്കുക. ഫലപ്രദങ്ങൾ ചെയ്യുക നീ അലസത കൂടമായി. അപ്പോൾ മരണം ഉണ്ട് എന്നുള്ള വളരെ സത്യം നിഷേധിക്കുന്ന വാക്ക് പൂർവ്വമുണ്ട്, മരണപൂർവ്വമുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി വിചാരിച്ചവർക്ക് ആമുഖിച്ചില്ല. ആ മരണം കണ്ടുപോകാനുള്ള ബോധ്യത്തോടുകൂടി എല്ലാം നന്നായിട്ട് ചെയ്തുകൊണ്ട് പോകാൻ ശ്രദ്ധിക്കുക. നമ്മളെ ജോലികൾ, നമ്മുടെ കുടുംബത്തിലേതായ ഭർത്താവ്, ഭാര്യ, അപ്പച്ചനമ്മ, മക്കള്, ഇങ്ങനെ പല ദൗത്യങ്ങളിലാണ് നന്നായിട്ട് ചെയ്തുകൊണ്ട് പൂർത്തീകരിച്ചു പോകാൻ ശ്രദ്ധിക്കുക. അയൽക്കാരൻ അനുഗ്രഹമായി ശ്രദ്ധിക്കുക. നമ്മുടെ അനുഗ്രഹമാകണം നമ്മുടെ സാന്നിധ്യം. നമ്മുടെ കുടുംബത്തിലും അയൽക്കാരും ഇടവക എവിടെയാണെങ്കിലും സമൂഹത്തിലൂടെ അനുഗ്രഹമായി മാറുവാൻ കഴിയുമ്പോഴാണ് ധന്യമായി മാറുന്നത്. ആ ജീവിതങ്ങൾ കടന്നു പോകുമ്പോഴാണ്, അനുഗ്രഹമായി കടന്നു പോകുമ്പോഴാണ് ഒരു കരക്ഷൻ സങ്കടമെല്ലാം ഉണ്ടാകുക. അതുകൊണ്ട് നന്മകളിലും ദേശത്തെ അനുകരിച്ച് നന്മകളിലും കടന്നു പോകുവാൻ നമുക്ക് പ്രതിനിധിയെടുത്തുകൊണ്ട് പങ്കുചേർന്ന് മുന്നോട്ട് പോകാം. ഒരിക്കൽ കൂടി അമ്മച്ചിയെ കൊടുക്കാം. തമ്പുരാൻ അവരെ കരുണയിൽ ആശ്രയിച്ച് എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ പരിഹരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. നിങ്ങൾ ചെയ്യാവുന്ന മാത്രമേ ഉള്ളൂ. ഈ അവസാന ഭാഗത്ത് ശുശ്രൂഷയിലും പുരോഹിതരോടും കുടുംബാംഗങ്ങളോടും എല്ലാ യാത്രക്കാരെയും ഇനി നാം സ്വർഗരാജ്യം ഒരുമിക്കുന്നവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗരാജ്യം ഒരുമിക്കുന്നവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് പ്രിയപ്പെട്ടവർക്കൊക്കെ ചെയ്യാവുന്ന വലിയ ഔദാര്യം, ഈ അമ്മയ്ക്കോട് കാണിക്കാൻ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയിൽ അനുസ്മരിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥന അനുസ്മരിച്ചുകൊണ്ടെന്നും ഈ അമ്മച്ചിയെ സഹായിക്കുവാൻ പരിശ്രമിക്കുക.
അതിനായിട്ട് നല്ല കരങ്ങളിലേക്ക് ഈ അമ്മച്ചിയെ കരമേൽപ്പിക്കാൻ ദുഃഖാർത്ഥരായ മക്കളെല്ലാവരോടും കുടുംബങ്ങളെല്ലാവരോടും ഇവിടെ എല്ലാവരുടെയും പേരിൽ ഉള്ളതായ അനുസ്മരണവും പ്രാർത്ഥനയും അറിയിച്ചു നിർത്തുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആകസ്മികമായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ കവിയേറുന്നത്, അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അമ്മച്ചിക്ക് അന്തിമ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ ബന്ധുജനങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും അമ്മച്ചിയുടെ സ്നേഹിതർക്കും എല്ലാവർക്കും ദിവസത്തിൽ നന്ദി പറയുകയാണ്. ഈ സംസ്കാരത്തിൽ പങ്കെടുക്കുവാനായിട്ട് ഈ ഇടവകയിലെ വികാരിച്ചന്മാർ, ഇടവകയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട അച്ഛന്മാർ, മറ്റ് വൈദികർ, കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടവർ, അമ്മച്ചിയുമായിട്ട് പ്രത്യേകമായിട്ട് ബന്ധപ്പെട്ടവർ അച്ഛന്മാരേറെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ സന്യാസി സമൂഹങ്ങളിൽ നിന്നും ഒരുപാട് സിസ്റ്റേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോഴും തുടർന്ന് പ്രാർത്ഥിക്കുമ്പോഴുമെല്ലാം എണ്ണമയമ്മച്ചി പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. എണ്ണമയമ്മച്ചിയുടെ കുടുംബത്തിൽ ലഭിച്ച അധികത്തിന് നന്ദി പറയാം. എണ്ണമയമ്മച്ചി ഉള്ളിലേറെ സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. അത് പ്രകടിപ്പിക്കാനും അമ്മച്ചിക്ക് എല്ലാമായിരുന്നു. അമ്മച്ചിക്ക് 3 മക്കളാണുള്ളത്. പക്ഷേ അമ്മച്ചിയുടെ ഭാഷയിൽ അമ്മച്ചിക്ക് 6 മക്കളുണ്ട്. 3 മക്കളോടൊപ്പം നിൽക്കുവാനായിട്ട് ദൈവം ഒരുക്കി കൊടുത്ത 3 മക്കൾ, ഒരു മകനും 2 പെൺമക്കളും, അങ്ങനെ 6 മക്കളാണ് ഈ അമ്മച്ചിക്കുള്ളത്. അമ്മച്ചിയുടെ ഭാഷയിൽ ഞാൻ പറയുകയാണ്. അവിടെ നിലവാരത്തിന് വ്യത്യാസമില്ല, നിലവാരത്തിന് ചിന്തയില്ല. സ്വന്തം സഹോദരങ്ങളെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ ബന്ധത്തിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ടവരെ കുറിച്ച് പറയും. ഇതിൻ്റെ അജിതിയാണ്, ഇതിൻ്റെ ആങ്ങളമാരാണ്, ഇതിൻ്റെ അഞ്ചന്മാരാണ്, ഇതിൻ്റെ ജ്യേഷ്ഠന്മാരാണ്. വളച്ചു കെട്ടിയൊന്നും പറയാറില്ല. അത് ഹൃദയത്തിൻ്റെ വിശാലതയാണ് കൂടി കാണിക്കുക. ഒരിക്കൽ കൂടി അമ്മച്ചിയുടെ വാക്കുകൾ എല്ലാവർക്കും നന്ദി പറയുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. സത്യവിശ്വത്തിലൂടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽക്കൃത്യങ്ങളെ ദൈവത്തെ പ്രസാദിപ്പിച്ച ഈ ആള് ദൈവനീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ.
മരിച്ചവരെ നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹകാരത്തിന്റെ മാതാവായി കന്യകാമറിയത്തിന് പ്രാർത്ഥനയാൽ മിശിഹ അവരുടെ കൂടെ ഈ ആളെ തന്റെ വലത് ഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഈ ആളുടെ പേരിടുകയും തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഈ ആളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. പരിപാലനങ്ങൾ ആരാധിക്കുകയും എന്തുകൊണ്ടെന്നാൽ നിങ്ങളെ മരണത്തിലേറാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദ്ധാരത്തിൽ ഞങ്ങൾ ശരീരങ്ങളെ മുഖത്തും അണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഭൂതാശകളാൽ എൻ്റെ ആത്മാവിൽ കൃപാവരം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദൈവാലയങ്ങൾ ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാരകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളെ നകന്നു പോകുന്നു, എങ്കിലും എൻ്റെ സ്നേഹം എന്നും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ഇനി ശുശ്രൂഷ അവസാന ഭാഗമാണ്. സുമിത്തിരി ഷാപ്പിൻ്റെ നടക്കുക. സുമിത്തിരിയിൽ പോകുന്നതിനെ ശ്രദ്ധിക്കുക. എൻ്റെ സഹോദരനെ നമ്മെ സൃഷ്ടിക്കുകയും മണ്ണെടുത്തിനെ രാത്രിയും മണ്ണശം ഉയർപ്പിച്ച് അക്ഷരാഗ്രഹവും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിഴയിൽ ഓർമ്മയും നൈരാശ്യമോടെ വിലപിക്കരുതേ. വാഗ്ദാനങ്ങൾ തിങ്ങി മുഴങ്ങും കാഹളനാദം, ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവരുടെ വിധേയനാക്കുകയും ചെയ്ത ദൈവമേ, എന്റെ വിശുദ്ധന്മാർ വിശ്രമങ്ങളെന്നൊക്കെ മനോഹരമാകുന്നു. വിശുദ്ധമാ പരീക്ഷായ ആത്മദ്രതവും പരിശുദ്ധമാനയാൽ പരിപുഷ്ടവും വിശുദ്ധതരതായ വിശുദ്ധവുമായ ശരീരത്തിന് നിന്റെ ദൈവത്തിന് രണ്ടാമത്തെ അവൻ വരെ വിശ്രമം നൽകേണ്ടൊക്കെ വരണം. നീ ഗോത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. അതിലെ കഴിവുകാൽ ഞാൻ മഞ്ഞിനേക്കാളും വെണ്ണയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുന്ന വെച്ച സകലത്തിന്റെയും നാഥനാരിയും നൈകപ്പെട്ടവരുടെ അവസാന ദിവസം ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശ്വദാശകളിൽ നിന്നെ സഹായിക്കട്ടെ.
ഇവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യൻ തൊടിയാകുന്നു ഇവിടേക്ക് തന്നെ നടന്നുവെന്ന് പ്രാർത്ഥിക്കുന്നത്. മഹിമയുടെയുമ്പോൾ കരുണയോടെ നിർത്തണമേ നല്ലവരത്തു വലഭാഗേ. ആകാശഭൂമിയിലാകുന്നു ആകാശമേ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവരഭയം നീ നൽകണമേ മൃതനായസം. അവന്റെ സന്തോഷത്തിൽ അവൻ ആനന്ദിക്കും. കർത്താവേ നിൻ സ്വാണിതവും ദൈവശരീരം അഭിമാനെ ഉൾക്കൊണ്ടവരാം നിൻ സഹനെ നിത്യവിരന്നിൽ ചേർക്കണമേ. ആദിമുതലുള്ളവയെല്ലാം തെളിവായി എന്നുടെ നാദാനിൻ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാവൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. ആദിമുതലേക്കുവാമേ സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോമിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ച് പുകഴ്ത്തുന്നു. ആത്മാവും രക്ഷിക്കുന്നവരല്ലോ നീ. ആമേനാമേനൽഘോഷിക്കുവിൻ. സർവേശാനേ പരിശുദ്ധൻ ബലവാനേ നീ പരിശുദ്ധൻ നിത്യനമത്യൻ പരിശുദ്ധൻ നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. വിശദീകരിച്ച കർത്താവേ കർത്താവേ വിശദീകരിക്കണമേ. മാലാഖമാരുടെ സ്വർഗ്ഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ഇവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരും പകുതിച്ചാശനം കൊടുക്കുന്നവരുമായ കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ഇവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ മർത്തയോടും കൂടെ കടശീലുത്ഥാനം നിധനാങ്കലി വന്നേ കർത്താവകിലേശൻ. സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ മരണമടക്കം സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ
പോലെ കർത്താവിനെ വിളിക്കുന്നു. മത്സരീകരിപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ സ്തുതിക്കുന്നു. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രമയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം അഗ്നീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, മരിച്ചവരെ തൃണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, ഉത്ഥാന പ്രതീക്ഷ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. സകലത്തിന്റെയും നാഥനാദിവം ദൈവന്മാരോടും വിശുദ്ധരോടും കൂടി കൃഷ്ണമായ ഉയർപ്പും മഹനീയമായ ജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന വർഷത്തിലേക്ക് അവയെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ വിശേഷമായ ശരീരത്തിൽ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ സംസ്കാരത്തെ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യത്തിൽ നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പോലെ ജീവിതവിളയിൽ ഓർത്തോട്ടിനിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. വാഗ്ദാനങ്ങൾ തിങ്ങി മുഴങ്ങും കാഹളനാദം, ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാകും. സ്ത്രീ പുരുഷന്മാരന്തരമേറാം ഉത്ഥാനത്തിൽ സ്വർഗം തന്നിൽ ദൂതകണക്കെ രാജിക്കുന്നു. ആകാശത്തിൽ ദൂതന്മാരും നരമേൽ നരരും അക്ഷമരായി ആഗമ ദിവസം വാക്കുകഴിപ്പൂ. മണവാളൻ വന്നെത്തും നേരം മണവറ ചേരാൻ പിരികൾ തെളിച്ച കന്യാമണികൾ കാത്തുകഴിപ്പൂ. ഓശാനകളായി എതിരേൽപ്പതിനായി പരിശുദ്ധന്മാർ ആകാശത്തിൻ മണിവാതിൽക്കൽ നിലകൊള്ളുന്നു. മരണത്താലേ വിജയമണിഞ്ഞോരുന്നത നൃപനാ
സുമങ്ങൾ ചാത്തിയൊരുങ്ങി സമരംഗതരായി വരുവിൻ വരുവിൻ നിർമ്മലെ മുഖമോ എതിരേൽപ്പതിനായി. സ്ഫുടമായി കേൾക്കാം പുനരുത്ഥാനം നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം. തിരുലിഖിതങ്ങൾ വായിച്ചവതന്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവില്ലേതും. മൃതനായി മിശിഹ മൂന്നാം ദിവസം ജീവൻ നേടി ഭീകരമൃതൻ തങ്ങളേവം പൊട്ടി തുടങ്ങി. സ്വർഗമണഞ്ഞോ രജസുരനിയും ജയലാലിതനായി വരുവീതരയിൽ കുരിശൻ കൃപയാൽ പരിവേഷ്ടിതനായി. വീട്ടിലെമാനൻ പ്രതിഫലമേകാലെത്തും ദിവസം വേഗം പുലരാൻ ഭക്തിഗണങ്ങൾ നോക്കിയിരിപ്പൂ. നിശ്ചലരായൂതന്മാരും തിരുസന്നിധിയിൽ ആദരപൂർവം കാഹളമൂലാൽ അണി നിൽക്കുന്നു. മരണത്താലേ വിജയമണിഞ്ഞോരുന്നതനായി പരിമളമുതിരും പുഷ്പകിരീടം നിർമ്മിക്കുന്നു. സ്ത്രീ പുരുഷന്മാർ
വേഗം പുലരാൻ പ്രത്യഗണങ്ങൾ നോക്കിയിരിപ്പൂ. മണവാളൻ വന്നെത്തും നേരം മണവറതയാൻ തിരികൾ തെളിത്താം കന്യാമണികൾ കാത്തുകളിപ്പൂ. നിശ്ചഞ്ചലരായി ദൂതന്മാരും തിരുസന്നിധിയിൽ ആദരപൂർവം മംഗളമോദാൻ അണിനിൽക്കുന്നു. ഓശാനകളാൽ എതിരേൽപ്പതിനായി പരിശുദ്ധന്മാർ ആകാശത്തിൻ മണിവാതിൽക്കൽ നിലകൊള്ളുന്നു. മരണത്താലേ വിജയമണിഞ്ഞോർ ഉന്നത നൃപനായി പരിമളമുതിരും പുഷ്പകിരീടം നിർമ്മിക്കുന്നു. സുഹൃതസുമങ്ങൾ ചാത്തിയൊരുങ്ങി സമലം ഹൃദയായി വരുവിൻ വരുവിൻ നൃപരെ മുറപോർ എതിരേൽപ്പതിനായി. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതവിളയിൽ പോർത്തോത്തിനെയും നൈരാശ്യമുടെ വിലപിക്കരുതേ. സ്ഫുടമായി കേൾക്കാം പുനരുത്ഥാനം നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം. വാഗ്ദാനങ്ങൾ തിങ്ങി മുഴങ്ങും കാഹളനാദം ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. തിരുലിഖിതങ്ങൾ വായിച്ചവതൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവില്ലേതും. സ്ത്രീ പുരുഷന്മാരന്തരമിയലാ ഉത്ഥാനത്തിൽ സ്വർഗം തന്നിൽ ദൂതകണക്കെ രാജിക്കുന്നു. മൃദുരായി ദിവസം ജീവൻ നേടി ഭീകരമൃതിരൻ ചങ്ങലയേവം പൊട്ടിനുറുങ്ങി. ആയിരം തിരിയുള്ള മണിവിളക്കായി നീ ആത്മാവിലെന്നും തെളിഞ്ഞു നിൽക്കും. അന്തിമയാത്രയല്ലോ ഞങ്ങളേകും നിതാ വന്ദനം. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ.
അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ ഈ സോദരങ്ങൾ. തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ ഈ സോദരങ്ങൾ. സോദരങ്ങൾ സോദരങ്ങൾ അന്തിമയാത്രയല്ലോ ഞങ്ങളേകുന്നിതാ വന്ദനം. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. അറിയാതെയോ അറിവില്ലാതെയോ ചെയ്ത തെറ്റുകൾ ദൈവം ക്ഷമിച്ചിടട്ടെ. അറിയാതെയോ അറിവില്ലാതെയോ ചെയ്ത തെറ്റുകൾ ദൈവം ക്ഷമിച്ചിടട്ടെ. ദിവ്യശരീരവും രക്തവുമാത്മീയ ഭോജനമാക്കിയ ദാസരോടായി. ദിവ്യശരീരവും രക്തവുമാത്മീയ ഭോജനമാക്കിയ ദാസരോടായി. ദാസരോടായി ദാസരോടായി അന്തിമയാത്രയല്ലോ ഞങ്ങളേകുന്നിതാ വന്ദനം. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ